ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ടാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ യഹൂദന്മാരുടെ ഹനുക്ക ഉത്സവ ആഘോഷത്തിനിടയിലേക്ക് ഇസ്ലാമിക തീവ്രവാദികളായ ഒരു അപ്പനും മകനും തോക്കുമായി വന്ന് ആക്രമണം നടത്തിയത്. 16ഓളം നിരപരാധികളെ കൊന്നുതള്ളിയ ആ ഭീകരാക്രമണത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ പുറത്തു വരുന്നത് പ്രതികളുടെ ഇന്ത്യൻ വേരുകളും ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധവുമാണ്. ആഗോള വ്യാപകമായി നിലനിൽക്കുന്ന ആന്റി സെമിറ്റിക് അജണ്ടകൾക്കൊപ്പം ഹമാസ് എന്ന ഇസ്ലാമിക ഭീകരക്കൂട്ടത്തെ കൂടോടെ കത്തിച്ച ഇസ്രായേൽ എന്ന രാജ്യത്തോട് ആഗോള ഇസ്ലാമിക തീവ്രവാദികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കടുത്ത പക കൂടെ ചേർന്നപ്പോൾ പരിധിക്ക് മുകളിലേക്ക് ജൂതവിരോധം ആളിക്കത്തിയത് തോക്കുമായി ഇറങ്ങിയ ആ തീവ്രവാദിക്കും പുത്രനും മാത്രമായിരുന്നില്ല, മറിച്ച് ഓസ്ട്രേലിയയിലെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഇമാമുമാരും അടക്കമുള്ള എല്ലാവരുടെയും മനസ്സിൽ മൂത്ത് പഴുത്ത് വ്രണമായി ജൂതവിരോധം മാറിയിരിക്കുന്നു എന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്കെതിരായ ജിഹാദിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവർ നടത്തുന്ന പീക്ക് ലെവൽ ജൂതവിരോധ പ്രഭാഷണങ്ങളും പ്രസ്താവനകളും അടങ്ങിയ ക്ലിപ്പുകളുടെ ഒരു സമാഹാരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ يا قوي يا عزيز يا متين اللهم احصهم عددا واقتلهم بددا ولا تبق منهم احدا. പാലസ്തീന് വേണ്ടി ജിഹാദ് നടത്തുവാൻ തങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നും ISSന്റെയും അൽഖ്വയ്ദയുടെയും പാതകൾ ഇസ്ലാമിക രാഷ്ട്രത്തെയും പ്രതിനിധീകരിക്കുന്നതാണെന്നും ഊന്നിപ്പറയുന്ന പ്രഭാഷണങ്ങളിൽ മുഴുവനും ജൂതന്മാർക്കും അവിശ്വാസികൾക്കും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കുമെതിരെ വ്യക്തിപരമായി ജിഹാദ് നടത്തുവാൻ തങ്ങളുടെ ആളുകളോട് പണ്ഡിതന്മാരും ഇമാമാരും നാളുകളായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിരപരാധികളായ ഇസ്ലാമിക വിശ്വാസികളെ വഴിതെറ്റിച്ച് ഭീകരതയുടെയും ജിഹാദിൻ്റെയും പാതയിലെത്തിക്കുന്നതിൻ്റെ മൂലകാരണങ്ങൾ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാം. 2021 മെയിൽ ഗാസയിൽ നടന്ന സംഘർഷത്തിൽ പാലസ്തീനികളെ പിന്തുണച്ച് സിഡ്നിയിൽ നടന്ന ഹിസ് ഉദ് തഹ്രീർ റാലിയിൽ ഒരു ഇസ്ലാമിക പ്രഭാഷകൻ പറഞ്ഞത്, ഓ അല്ലാഹുവേ, ആ ദുഷ്ടന്മാരായ ജൂതന്മാരുടെ കഴുത്ത് ഞങ്ങൾക്ക് തരുമെന്നായിരുന്നു. മുഹമ്മദിന്റെ സൈന്യം തിരിച്ചു വരുമെന്നും ജൂതന്മാരെ നശിപ്പിക്കുമെന്നും റാലിയിൽ പറയുന്നത് ഹിസ്ബ് മീഡിയ യൂട്യൂബ് ചാനലിൽ പോസ്റ്റും ചെയ്തിരുന്നു. 2023 നവംബർ 24 സിഡ്നി റൊസ്ലാൻഡ്സ് മോസ്കിൽ നടന്ന വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ഓസ്ട്രേലിയൻ ഇസ്ലാമിക പണ്ഡിതനായ കമാൽ അബു മറിയം പറഞ്ഞത്, ചരക്കുകളും ആയുധങ്ങളും കൊണ്ടുപോകുന്ന ക്യാരവാനുകളെ ആക്രമിക്കുന്ന പ്രവാചകൻ മുഹമ്മദിൽ നിന്നും മുസ്ലിമുകൾ പാഠം പഠിക്കണമെന്നും കൊള്ളക്കാരായ സയനിസ്റ്റ് ക്രിമിനലുകളെ എണ്ണുക, ഒന്നൊന്നായി കൊല്ലുക, അവരെ ഒരാളെപ്പോലും ജീവനോടെ അവശേഷിപ്പിക്കരുത് എന്നുമായിരുന്നു. റൊസ്ലാൻഡ് മോസ്കിന്റെ യൂട്യൂബ് അക്കൗണ്ടിൽ ഈ പ്രസംഗം തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. 2023 ഡിസംബറിൽ ഓസ്ട്രേലിയൻ ഇസ്ലാമിക പ്രഭാഷകൻ ഒമർ നസ്രീൻ പ്രസംഗിച്ചത് ജൂതന്മാർ പ്രശ്നമാണെന്നും അല്ലാഹു ശപിച്ച ജനതയാണെന്നുമാണ്. ഓസ്ട്രേലിയൻ ഇസ്ലാമിക പണ്ഡിതനായ ഇസ്മായിൽ അൽ ബഹ്വ 2020 ജനുവരി 24 വെള്ളിയാഴ്ച പറഞ്ഞത്, പ്രവാചകൻ മുഹമ്മദ് നബി പ്രവചിച്ചതുപോലെ ഇസ്ലാം റോം കീഴടക്കുമെന്നും പാലസ്തീൻ സ്വതന്ത്രമാകുമെന്നും മോസ്കോയും കീഴടക്കുമെന്നുമാണ്. ഹിസ്ബു തഹ്രീന്റെ ഉടമസ്ഥതയിലുള്ള ഒരു യൂട്യൂബ് ചാനലായ SD മീഡിയയിലാണ് ഈ പ്രഭാഷണം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ ഇസ്ലാമിക പ്രഭാഷണങ്ങളാണ് തുടർച്ചയായി മുഴങ്ങുന്നത്. ജൂതന്മാർ ഓസ്ട്രേലിയയിൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും ഇത് തന്നെയാണ്. അതിൻ്റെ ഒടുവിലത്തെ പതിപ്പാണ് ഇന്ത്യൻ വംശജനായ അപ്പനും മകനും കൂടി സിഡ്നി ബോണ്ടി ബീച്ചിൽ നടത്തിയ ജൂത കൂട്ടക്കൊല. നമ്മുടെ നാട്ടിലും ഇത്തരം വിദ്വേഷ വീഡിയോകൾ സോഷ്യൽ മീഡിയകളിലൂടെ കാലാകാലങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. സ്വകാര്യ സമ്മേളനങ്ങളിൽ വേറെ പല ആഹ്വാനങ്ങളും നടക്കുന്നുമുണ്ടാകാം. അവയെല്ലാം സായുധ ജിഹാദായി പരിണമിക്കുന്ന കാലം വിദൂരമല്ല.